ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ചിക്കൻ കറി ആയിട്ടാണ്. അതൊരു വേറെ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് 20 ചെറിയ ഉള്ളി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ. ഇനി ഒരു കുക്കർ സ്റ്റവിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായി വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുത്ത ശേഷം തക്കാളി 2 എണ്ണം കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ചിക്കന് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയതാണ്. എല്ലാ പീസും ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ചിക്കനിലേക്ക് വഴറ്റി വെച്ചത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാനായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. പാനിൽ 3 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വഴറ്റി വെച്ചതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ മസാലകളും. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ മസാലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലായിടത്തേക്കും ആവുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഒരു സ്വല്പം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആഫ്രിക്കൻ മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് നീളമുള്ള ഇല ഇല്ലേ, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കുക്കറൊന്ന് മൂടി വെച്ച് ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കർ വിസിലെല്ലാം പോയ ശേഷം ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വേപ്പിൻ്റെ ഇലയാണ്. എന്നിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് 2 ദിവസം മുന്നേ എടുത്ത വീഡിയോയാണ്. അപ്പോൾ ചിക്കൻ കറി ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല രുചിയാണ്. ഇപ്പോൾ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.